അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെയധികം അത്ഭുതമേറിയ ഒരു യാത്രയായിരുന്നു ഇസ്രാ മിഅ്റാജ് യാത്ര. ഒരൊറ്റൊരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ഏഴാൻ ആകാശവും അതിനേക്കാളും അപ്പുറവും സഞ്ചരിച്ച് വരിക എന്നുള്ളത് തീർത്തും അത്ഭുതമെന്ന് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഒരു രാത്രി കൊണ്ട് ഇത്രയെല്ലാം സഞ്ചരിച്ച് ഒരാൾ തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാത്തിന. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബുറാഖ് എന്ന വാഹനത്തിൽ മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ പോയി മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സിയാറത്ത് ചെയ്യുകയാണ്. അവിടെ നിന്നങ്ങോട്ട് ഓരോരോ ആകാശത്തിലേക്കും കയറുകയാണ്. ഓരോരോ ആകാശത്തിൽ നിന്നും പ്രവാചകന്മാരും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരണം നൽകുകയാണ്, സ്വീകരിക്കുകയാണ്. ആ സ്വീകരണം ഏറ്റുവാങ്ങി അടുത്ത ആകാശത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ ഏഴാൻ ആകാശം വരെ പോയി അതിനേക്കാളും അപ്പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുകയാണ്. ഒരാൾക്കും പ്രവേശനമില്ലാത്ത മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്ത് വരെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുകയാണ്. നാം ഇവിടെ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുണ്ട്. അവിടുന്ന് സിദ്റത്തുൽ മുൻതഹ, അതേ സ്വർഗം നരകം എല്ലാം കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുന്നത്. മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തിയപ്പോൾ ധാരാളം പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു. പ്രവാചകന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്തു. വിശിഷ്യ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു. അതേപോലെ തന്നെ ഓരോരോ ആകാശത്തിലേക്കും കയറുമ്പോൾ അവിടെയെല്ലാം എത്രയോ പ്രവാചകന്മാരുണ്ടായിരുന്നു. മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെയും നേരിട്ട് കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുകയാണ്. മസ്ജിദുൽ അഖ്സയിൽ ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്ത മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്തിലേക്ക് പോകുമ്പോൾ അവിടെയും മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. അള്ളാഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം 50 വഖ്ത് നിസ്കാരവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരികയാണ്. ഈ ഒരു ചരിത്രം തന്നെ വിശാലമായി വിശദമായി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല തിരിച്ചു വരുമ്പോൾ 50 വഖ്ത് നിസ്കാരത്തെ ഫർളാക്കുകയാണ് ഈ ഉമ്മത്തീങ്ങൾക്ക്. ആ നിസ്കാരവുമായി നബി തങ്ങൾ വരുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുന്നു. മൂസാ നബി ഇസ്ലാം പറയുകയാണ്, തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്ക് ഇത് കഴിയില്ല, തിരിച്ചു പോകണം. അങ്ങനെ 9 പ്രാവശ്യം തിരിച്ചു പോവുകയാണ്. ഓരോരോ പ്രാവശ്യം 5 വീതം ഇങ്ങനെ കുറക്കുകയാണ്. അവസാനം 45 വഖ്ത് നിസ്കാരം കുറച്ചുകൊണ്ട് വെറും 5 നേരത്തെ നിസ്കാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിലേക്ക് വരികയാണ്. അങ്ങനെ റജബ് 27-ാമത്തെ ദിവസം പകല് ളുഹുർ നിസ്കാരമാണ് ആദ്യമായി നിർവഹിക്കപ്പെടുന്നത്. ളുഹുറോടുകൂടിയാണ് നിസ്കാരത്തിനിവിടെ പ്രാരംഭം കുറിക്കുന്നത്. അന്ന് തുടങ്ങിയ നിസ്കാരം ഇന്നും ലോകത്ത് മുസ്ലിമീങ്ങൾ ഒരു മുടക്കവുമില്ലാതെ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളൊക്കെയും നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ ആ നിസ്കാരം അങ്ങനെ തന്നെ നിലനിൽക്കും. അള്ളാഹുവിനേക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണല്ലോ നിസ്കാരം. അതുകൊണ്ട് റജബ് മാസത്തിൻ്റെ 27ാമത്തെ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. നിസ്കാരത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ്. നല്ല പ്രതിജ്ഞയോടെ ഒരൊറ്റൊരു വഖത്ത് നിസ്കാരം ഇനി മുതൽ എനിക്ക് ഖള ആവൂല, ഖള ആക്കാനുള്ള അവസരം എന്നിൽ നിന്നുണ്ടാവൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് എല്ലാ വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനുള്ള നല്ല പ്രതിജ്ഞ നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഇസ്രാ, മിറാജ് ചരിത്രങ്ങൾ, ആ സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നല്ല ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആ ഇസ്രാ മിറാജ് അന്നത്തെ രാത്രി ഞാൻ ഒരിക്കലും പാഴാക്കാതെ, അത് വലിയ ബറക്കത്തുള്ള, വലിയ ബഹുമാനമുള്ള, ദുആക്കൊക്കെ ഇജാബത്തുള്ള നല്ലൊരു ദിവസമാണ് എന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.